2025 പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ശനിയും വ്യാഴവും. മറ്റ് ഗ്രഹങ്ങളൊക്കെ രാശിമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളായ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സംക്രമണം ഒരാളുടെ അവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ശനി സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കും, അതായത് കുംഭത്തിൽ നിന്ന് മീനത്തിലേക്കും, വ്യാഴം ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിന്നും ബുധൻ്റെ ക്ഷേത്രത്തിലേക്കും, അതായത് ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കുമാണ് മാറുന്നത്. ഇവ രണ്ടും ഒന്നിച്ച് ഗുണപ്രദമാവുന്ന കൂറുകൾ വളരെ കുറവായിരിക്കും. 2025 വ്യാഴമാറ്റവും ശനിമാറ്റവും കൊണ്ട് ഇടവക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കുമാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവം ലഭിക്കുന്നത്. ഇടവക്കൂറുകാരെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുലാക്കൂറുകാരെ പറ്റിയാണ് പറയുന്നത്. തിര അവസാനത്തെ 2 പാദം, ചോതി, വിശാഖം 3 പാദം എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്കാണ് ഏറ്റവും ഗുണം കിട്ടുന്നത്. ഇതുവരെ അഷ്ടമത്തിലായിരുന്ന വ്യാഴം 9ാം ഇടത്തേക്കാണ് മാറുന്നത്. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നല്ല കാലമായിരുന്നില്ല. ധനനഷ്ടം, ഭാഗ്യമില്ലായ്മ, ഈശ്വരാധീനക്കുറവ്, മനപ്രയാസം, സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമം, യാത്രാക്ലേശം, ഊർജ്ജസ്വലത കുറവ് എന്നിങ്ങനെയുള്ള പല വിഷമാവസ്ഥകൾക്കും വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തോടെ ഒരു മാറ്റം വരികയാണ്. അവർക്ക് ഗുണം ഉണ്ടാകുവാൻ പോവുകയാണ്. ഇതുവരെ വ്യാഴവും ശനിയും തുലാം രാശിക്കാർക്ക് നൽകിക്കൊണ്ടിരുന്ന എല്ലാ ദോഷാനുഭവങ്ങളും മാറിക്കിട്ടുകയാണ്. വ്യാഴം 9ാം ഇടം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഗുണം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. 3ഉം 6ഉം ഭാവാധിപൻ അഷ്ടമരാശി വിട്ട് 9ാം ഇടത്തേക്ക്, അതായത് മിഥുനൻ രാശിയിലേക്കാണ് വന്നിരിക്കുന്നത്. മിഥുനൻ രാശി വ്യാഴത്തിന് അത്ര ഗുണകരമല്ലെങ്കിലും വ്യാഴം അതിൻ്റെ ഗുണം നൽകാതിരിക്കുകയില്ല. അല്പം കുറയുമെന്നേയുള്ളൂ. ശനിയുടെ അനുകൂല ഭാവവും കൂടിയാകുമ്പോൾ ഇത് ഗുണപ്രദമായിരിക്കും. 2 ഗ്രഹങ്ങളും ഒരേ സമയം ശുഭസ്ഥാനത്ത് ഗുണകരമായി വരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇനിയുള്ള ഒരു കൊല്ലം വളരെ അധികം ഗുണം ലഭിക്കുന്നതാണ്. ഇതുവരെ കുഴഞ്ഞു മറിഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കും ഒരു മാറ്റം വരികയാണ്. ഇഷ്ടസ്ഥാനത്താണ് വ്യാഴം എത്തിയിരിക്കുന്നത്. ചിത്തിര അവസാനത്തെ 2 പാദം, ചോതി, വിശാഖം 3 പാദം എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. തൊഴിലിൽ പുരോഗതി ലഭിക്കുന്നതാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിൽ നിന്ന് പുരോഗതി ഉണ്ടാകുന്നതിനും അവസരമുണ്ടാകും. വിദേശയാത്ര, കച്ചവട പുരോഗതി എന്നിവ ഉണ്ടാവുന്നതാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഗുണം ലഭിക്കുന്നതാണ്. അതേപോലെ കലാരംഗത്തും മേന്മയുണ്ടാവുന്നതാണ്. പഠനകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ കഴിയുന്നതാണ്. വിവാഹാലോചനകളിൽ തീരുമാനം ഉണ്ടാവുന്നതാണ്. സന്താനങ്ങൾക്ക് പുരോഗതിയും ഉണ്ടാവും. ശനിയുടെയും വ്യാഴത്തിൻ്റെയും 2025 മാറ്റം വളരെ ഏറെ ഗുണം ലഭിക്കുവാൻ ഇടയാവുന്ന പല കാര്യങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജാതകവശാൽ ഗ്രഹസ്ഥിതിയും വ്യാഴത്തിൻ്റെ അവസ്ഥയും ദൃഷ്ടിയും ദശാപഹാരവും അതേപോലെ അഷ്ടവർഗവും ഒക്കെ നോക്കി കണക്കാക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും ചാരവശാൽ വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും ഗുണാനുഭവങ്ങൾ ലഭിക്കാതിരിക്കുകയില്ല. ഇതുവരെ വ്യാഴവും ശനിയും തുലാം രാശിക്കാർക്ക് നൽകിക്കൊണ്ടിരുന്ന ദോഷാനുഭവങ്ങൾ മാറുകയാണ്. ഇവ രണ്ടും ശുഭസ്ഥാനത്ത് വന്നതുകൊണ്ട് തുലാം രാശിക്കാർക്ക് ഇനി 1 വർഷക്കാലം വ്യാഴത്തിൻ്റെ ഗുണാനുഭവം, 2.5 വർഷക്കാലം ശനിയുടെ ഗുണാനുഭവം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്.